കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കാനും വിദ്യാർത്ഥി കുടിയേറ്റം കൂടുവാനും കാരണം പിണറായി സർക്കാർ. കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കാനും വിദ്യാർത്ഥി കുടിയേറ്റം കൂടുവാനും കാരണം പിണറായി സർക്കാരാണെന്ന് AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ്. വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നാടുവിടുകയാണ്. 2018 1,30,000 വിദ്യാർത്ഥികൾ വിദേശങ്ങളിലേക്ക് കുടിയേറിയെന്നാണ് കണക്കുകൾ. എന്നാൽ 2023 ഈ കണക്ക് 2,50,000 ഉയർന്നു. ഇതിന് കാരണം പിണറായി സർക്കാരാണെന്ന് സച്ചിൻ ആരോപിച്ചു. സർക്കാർ കാണിച്ച പിടിപ്പുകേടാണ് വിദ്യാർത്ഥി കുടിയേറ്റത്തിന് കാരണമായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ളത് കേരളത്തിലാണ്. എന്നാൽ ആ സാക്ഷരരായ കുടുംബങ്ങൾക്ക് എന്ത് പരിഗണനയാണ് കേരളത്തിൽ ലഭിച്ചതെന്ന ചോദ്യവും പൈലറ്റ് ഉന്നയിച്ചു. ഇത് വെറും കുടിയേറ്റമല്ല, മറിച്ച് പലായനമാണ്. സംസ്ഥാനത്ത് തങ്ങൾക്ക് ഭാവിയില്ലെന്നോ അവസരങ്ങളില്ലെന്നോ ആളുകൾ തിരിച്ചറിയുമ്പോൾ നാടുവിടാൻ നിർബന്ധിതരാക്കുന്നു. കേരളത്തിലുള്ള അവസരങ്ങളുടെ അഭാവം, മൂലധന ശോഷണം, സർക്കാരിന്റെ നിക്ഷേപക്കുറവ് എന്നീ കാരണങ്ങൾ വേറെ. വിദ്യാസമ്പന്നരായ യുവാക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സമ്പദ് വ്യവസ്ഥയിൽ സംഭാവന നൽകാൻ അവരെ പ്രാപ്തരാക്കുകയുമായിരുന്നു മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. സച്ചിൻ പൈലറ്റ് കുറ്റപ്പെടുത്തി. കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 30% ഉയർന്നുവെന്നും ദേശീയ ശരാശരിയെ 10% മറികടന്നുവെന്നും പറഞ്ഞു. സ്ത്രീകളുടെ തൊഴിലില്ലായ്മ 40%, സ്ഥിതി കൂടുതൽ ഗുരുതരമാണെന്നും സച്ചിൻ പൈലറ്റ് ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിലുണ്ടായ ദോഷവശങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച പൈലറ്റ് പിണറായി സർക്കാരിനെ ശക്തമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ലാവ്ലിൻ അഴിമതി കേസ് സുപ്രീം കോടതിയിൽ 37 തവണ മാറ്റിവെച്ചതും കേന്ദ്ര സർക്കാരുമായുള്ള രഹസ്യധാരണയുടെ പുറത്താണെന്നും സച്ചിൻ പൈലറ്റ് ആരോപിച്ചു. പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ശൈലി അനുകരിക്കുന്നുവെന്നും BJPക്കും CPMനും ഇടയിൽ രഹസ്യധാരണയുണ്ടെന്ന വാദം ശരിവെക്കുന്നുവെന്നും അദ്ദേഹം വാദിച്ചു. സംസ്ഥാനം എടുക്കുന്ന വായ്പകളിൽ ഏകദേശം 94% പഴയ കടങ്ങൾ അടയ്ക്കാനായി മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. LDFന്റെ 10 വർഷത്തെ ഭരണകാലത്ത് വ്യാപകമായ അഴിമതിയും ദുർഭരണവും നിലനിൽക്കുന്നുവെന്നും KPCC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചു. അതേസമയം കേരളത്തിൽ കോൺഗ്രസ് വലിയ തിരിച്ചുവരവ് നടത്തുമെന്ന് സച്ചിൻ പൈലറ്റ് പറഞ്ഞു. കേരളത്തിൽ മാറ്റം വരണമെന്നത് തെളിയിക്കുന്നതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയമെന്നും 10 വർഷത്തിനു ശേഷമുള്ള കോൺഗ്രസിന്റെ തിരിച്ചുവരവിൽ വൻ ഭൂരിപക്ഷം നേടുമെന്നും AICC നിരീക്ഷകനായ സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കി.